ഭിന്നതകൾക്കും തർക്കങ്ങൾക്കുമിടെ ഇന്ത്യ സഖ്യത്തിന് നിർണായക യോഗം നാളെ. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ സഖ്യമാറ്റത്തിൽ പ്രതിഷേധിച്ച് DMK യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം ഇന്ന് ഉച്ചയോടെ തീരുമാനിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. സംസ്ഥാനങ്ങളിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിൽ സഹകരിക്കുന്ന പാർട്ടികൾ തന്നെ പരസ്പരം മത്സരിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ പാർട്ടികൾ കാണിക്കേണ്ട ഒരു മര്യാദയും അന്തസ്സും ഉണ്ട്. ഇന്ത്യ ബ്ലോക്ക് നിലനിൽക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും തന്നെ CPM കരുതുന്നു. അതിന് വിപരീതമായൊരു സമീപനം CPM ഉണ്ടെന്നല്ല. നാളത്തെ യോഗവുമായി ബന്ധപ്പെട്ട് CPMന്റെ പങ്കാളിത്തം എന്താണെന്നുള്ളത് ഇന്നുച്ചയോടുകൂടി തീരുമാനിക്കും. പാർട്ടിയിലെ ഭിന്നത തുടരുന്നതിനിടെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യ സഖ്യം വെറും സാങ്കല്പികം എന്ന് BJP പരിഹസിച്ചു. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, അത് BJPയുടെ രാഷ്ട്രീയ പരിഹാസമാണെങ്കിൽ കൂടി അതിൽ കഥയുണ്ടോ എന്ന് ആലോചിച്ചാൽ ചില കഥകളുണ്ട് എന്ന് മനസ്സിലാകും. അതിന് കാരണം തമിഴ്നാട്ടിലെ സാഹചര്യമാണ്. അവിടെ ഉണ്ടാകുന്ന പുതിയ സാഹചര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും അത് പരമാവധി ശിഥിലമാകുന്ന ഒരു കാഴ്ച ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യം അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന CPM പോലും അതിൽ പങ്കെടുക്കണോ എന്ന് ആലോചിക്കുമോ എന്നുള്ള ബേബി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സങ്കീർണമായ സമയത്ത് കൂടുന്ന യോഗം നിർണായകമാണ്. അച്യുതൻ, ഹാഷ്മി, കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ സഖ്യം യോഗം ചേർന്നതുപോലുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. ഇത്തവണ ഈ യോഗം ചേരുമ്പോൾ ഒരു അസാധാരണമായ സാഹചര്യം ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ടത് ദക്ഷിണേന്ത്യ DMK ഈ ഒരു ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് അറിയിച്ചതാണ്. കാരണം അവിടെ TVKയുമായി കോൺഗ്രസ് ഒത്തുചേർന്നത്, അതിൽ DMKക്ക് ഉണ്ടായ അതൃപ്തി, തുടർന്നാണ് DMK ഈ ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ CPIയും CPMും എല്ലാം ഒരു ആലോചന നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാം എന്ന തരത്തിലേക്ക് തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രചാരണമാണ്. അവർ അതായത് പിണറായി വിജയനെതിരായ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ ഇതിലെല്ലാം തന്നെ CPMന്റെ ദേശീയ നേതൃത്വത്തിനും കോൺഗ്രസിൻ്റെ ചില പ്രവൃത്തികളോട് അതൃപ്തിയുണ്ട്. JMMലേക്ക് വരുമ്പോൾ JMMും ഒരു തുറന്ന അതൃപ്തി ഇതിനോടകം തന്നെ അറിയിച്ചു. അത് ജാർഖണ്ഡിൽ രാജ്യസഭാ സീറ്റിലേക്ക്, 2 രാജ്യസഭാ സീറ്റിലേക്ക് ഒന്നിൽ കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിയെ യാതൊരു കൂടിയാലോചനയും ഇല്ലാതെ സ്വന്തം താല്പര്യപ്രകാരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ JMMും ഒരു അതൃപ്തി കോൺഗ്രസിനെ അറിയിക്കുകയുണ്ടായി. എന്തായാലും അത്തരം സാഹചര്യം നിൽക്കുമ്പോഴാണ് നാളെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നിർണായക യോഗം കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടക്കാനായി ഇരിക്കുന്നത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിലാകട്ടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഭിന്നത, ഒരു പിളർപ്പ് ഉടലെടുക്കുകയും അവിടെ ഒരു വിഭാഗം നേതാക്കൾ ചേരിതിരിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ഈ യോഗത്തിൽ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. എന്തായാലും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ യോഗം ചേരുന്നത്. ഒപ്പം 5 ഇടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ യോഗം ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പരാജയവും തുടർന്നുള്ള എന്താണ് ഭാവി പരിപാടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ യോഗത്തിൻ്റെ ഒരു പ്രധാന അജണ്ടയായി തന്നെ ഉയർന്നു വരും. ശിവസേനയുടെ ഉദ്ധവ് വിഭാഗവും യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഓൺലൈൻ സംവിധാനം വഴി ആയിരിക്കും ചിലപ്പോൾ യോഗത്തിൻ്റെ ഭാഗമാവുക എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല അത്ര ശക്തി പ്രകടനമാകാൻ ഇത്തവണത്തെ യോഗം സാധ്യതയില്ല. മറിച്ച് ഉറപ്പായും CPMന്റെയും CPIയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ കോൺഗ്രസിന് ഇത്തവണത്തെ യോഗത്തിൽ നേരിടേണ്ടി വരും. അത് സംസ്ഥാനങ്ങളിലെ പ്രചാരണത്തിൽ തന്നെ ഉണ്ടായ അതൃപ്തിയാണ് അതിൻ്റെ ഒരു ഘടകമായി മാറുന്നത്. എന്തായാലും BJP ഇതിനോടകം തന്നെ വലിയ ആക്ഷേപം ഇന്ത്യ സഖ്യത്തിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനൊരു സഖ്യം ഇപ്പം ഇല്ല, സാങ്കല്പികമായിട്ടുള്ളൊരു സഖ്യമാണ് നിലനിൽക്കുന്നത് എന്നൊരു വിമർശനം കൂടിയാണ് BJPയും ഉന്നയിക്കുന്നത്. എന്തായാലും ഇനി എന്താണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്ന് നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇതിനോടൊപ്പം തന്നെ ഉറപ്പായും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്ന ഈ യോഗത്തിൽ നിർണായകമായ ചർച്ചകൾ നടക്കും. DMK സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ സഖ്യത്തിലെ രണ്ടാമതൊക്കെയുള്ള ഒരു വലിയ സ്റ്റോൾവാട്ടായ നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിലവിൽ ആ സഖ്യത്തിൻ്റെ ഭാഗമല്ലെന്ന് മാത്രമല്ല പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുവദിക്കണം എന്ന് കനിമൊഴി അടക്കമുള്ളവർ പരസ്യമായി ആവശ്യപ്പെടുകയും അത്തരം നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെയാണ്. അപ്പം ഡിവൈഡ് ആവുന്നു. ഡിവൈഡ് ഹൗസാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം. അപ്പോൾ അത് പരിഹരിക്കാൻ എന്താണ് ആലോചന എന്ന കാര്യം അവർ നടക്കുമോ അതോ അടിച്ചു വീരിയോ കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.